ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ എല്ലാ കണ്ണുകളും സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിലേക്കായിരുന്നു. സിംബാബ്വെക്കെതിരായ നിർണായക മത്സരം സഞ്ജുവിന് മാത്രമല്ല ഇന്ത്യൻ ടീമിനും അതിനിർണായകമായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ തോൽവി സൂര്യകുമാർ യാദവിനെയും സംഘത്തെയും അത്ര വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ചെന്നൈ എ ചിദംബരം സ്റ്റേഡിയത്തിൽ വെറുമൊരു വിജയമല്ല ഇന്ത്യ ആഗ്രഹിച്ചത്. വമ്പൻ വിജയവും 2020 ലോകകപ്പിലെ ഫേവറേറ്റുകൾ തങ്ങൾ തന്നെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിനാൽ എല്ലാവിധ ഗ്രഹപാഠവും പഠിച്ചാണ് ഇന്ത്യ സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിന് കച്ചകെട്ടിയത്. അതിലെ പ്രധാന ഒരുക്കം ഓപ്പണിങ്ങിൽ തന്നെയായിരുന്നു. അഭിഷേകിനൊപ്പം സഞ്ജുവിനെ ഓപ്പൺ ചെയ്യിപ്പിക്കുകയും ഇഷാനെ 3-ാം നമ്പറിലാക്കി ക്രീസിലേക്ക് എത്തിക്കുകയുമെന്ന നിർണായക തീരുമാനം പരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൈക്കൊണ്ടു. കഴിഞ്ഞ കളികളിൽ ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയ തിലകിനെ മധ്യനിരയിലേക്ക് മാറ്റി ഫിനിഷർ റോളിലുള്ള അഴിച്ചുപണിയും നടത്തി. അതായത് ഇന്ത്യയുടെ ഇന്നിങ്സിന് തുടക്കമിടേണ്ട നിർണായക ചുമതല സഞ്ജു സാംസണിലേക്ക് എത്തി. ഓപ്പണിങ്ങിൽ നിന്ന് ഇഷാനെ മാറ്റി അഭിഷേകിനൊപ്പം സഞ്ജു എത്തിയതോടെ സിംബാബ്വെയുടെ കണക്കുകൂട്ടലുകളും തെറ്റി. മത്സരത്തിന്റെ തലേദിവസം വരെ ഓഫ് സ്പിന്നർമാരുടെ കിടയിൽ ഇന്ത്യൻ ഓപ്പണർമാരെ വീഴ്ത്താമെന്ന നിലപാടിലായിരുന്നു സിംബാബ്വെ ഉണ്ടായിരുന്നത്. ഇക്കാര്യം അവർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അഭിഷേകിനൊപ്പം സഞ്ജു എത്തിയതോടെ ഈ കണക്കുകൂട്ടലുകൾ സിംബാബ്വെ ഉപേക്ഷിച്ചു. അഭിഷേകിനൊപ്പം തന്നെ ക്രീസിലേക്ക് പറഞ്ഞയച്ച ഗംഭീറിന്റെ തീരുമാനത്തെ സഞ്ജു ശരിവെക്കുന്ന പ്രകടനമാണ് ചെപ്പോക്ക് കണ്ടത്. നേരിട്ട 2-ാം പന്തിൽ സിക്സർ പായിച്ച സഞ്ജു 15 പന്തിൽ 24 റൺസാണ് നേടിയത്. ഒരു 4-ഉം 2 6-ഉം ഉൾപ്പെടെ 160 പ്രകടനശേഷിയിലാണ് സഞ്ജു ബാറ്റ് വീശിയത്. 3.4 ഓവറിൽ 48 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചാണ് സഞ്ജുവിന്റെ മടക്കം. അഭിഷേക് ശർമ്മ തന്റെ പഴയ പ്രതാപകാലത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് സഞ്ജുവിന്റെ ഈ പ്രകടനമുണ്ടായത്. തന്റെ സീറ്റ് ഉറപ്പിക്കുന്ന പ്രതിരോധത്തിലൊന്നുള്ള ബാറ്റിംഗ് പുറത്തെടുക്കാൻ സഞ്ജു സിംബാബ്വെക്കെതിരെയും തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. ആദ്യ പന്ത് മുതൽ കഴിയുന്ന പോലെ റൺസ് ഉയർത്തി തന്റെ കരുത്ത് കാട്ടാനാണ് സഞ്ജു തയ്യാറായത്. അഭിഷേകിന് നിലയുറപ്പിക്കാൻ സമയം നൽകി തുടക്കത്തിലെ തകർത്തടിച്ച് സമ്മർദ്ദം ഒഴിവാക്കിയത് സഞ്ജു ആയിരുന്നു. ടീം എന്താണോ ആവശ്യപ്പെട്ടത് അത് സഞ്ജു ചെയ്തുവെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ നമീബിയക്കെതിരെ പുറത്തായതിന് സമാനമായ ഷോട്ട് കളിച്ചാണ് സഞ്ജു മടങ്ങിയത്. 15 പന്തിൽ 24 റൺസുമായി മടങ്ങിയെത്തിയ സഞ്ജുവിനെ അഭിനന്ദിക്കാൻ ഡഗ് ഔട്ടിൽ ഗൗതം ഗംഭീറും സഹപരിശീലകരും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഡഗ് ഔട്ടിലെത്തിയ സഞ്ജുവിനെ ഗൗതം ഗംഭീറും ബോളിംഗ് കോച്ച് മോർണി മോർക്കലും ബാറ്റിംഗ് കോച്ച് സിദ്ധാൻഷു കൊട്ടക്കും അഭിനന്ദിച്ചു. സഞ്ജുവിനോട് ഗംഭീർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറ ഒപ്പിയെടുത്തിരുന്നു. സഞ്ജുവിന് ഒരു പഞ്ച് നൽകിയാണ് മോർണി മോർഗൽ അഭിനന്ദനം നൽകിയത്. ടീമിന്റെ മൊത്തത്തിലുള്ള പ്രതീക്ഷ സഞ്ജുവിന്റെ ബാറ്റ് നൽകുന്ന തുടക്കമാണെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനായത്. സഞ്ജു കളിച്ച ഈ 2 മത്സരത്തിലൊഴികെ മറ്റെല്ലാ മത്സരത്തിലും ഇന്ത്യയുടെ ഓപ്പണർമാർ ഡെക്കിന് പുറത്തായിരുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം.